ജാപ്പനീസ് ചില്ലി പ്രോൺ സ്റ്റൈലില് നമ്മുടെ ഒരു നാടൻ പ്രോൺസ് കറി റെസിപ്പി പറയട്ടെ. അത്യാവശ്യം വലിപ്പമുള്ള കഴുകി വൃത്തിയാക്കിയ പ്രോൺസ് ഇതുപോലെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഷെല്ലെല്ലാം കളഞ്ഞ് അതിലേക്ക് കുരുമുളക്, ഉപ്പ്, മുളക് പൊടി, നാരങ്ങനീര്, കുറച്ച് ഓയിൽ ചേർത്ത് നന്നായി മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് രണ്ട് സൈഡും നന്നായി ഒന്ന് കളർ മാറി വരുന്നവരെ വറുത്തെടുക്കുക. വീണ്ടും പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തത്, അതിനുശേഷം ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചെറിയുള്ളി കളർ മാറി വന്നു കഴിഞ്ഞാൽ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി വെന്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഓപ്ഷണലായിട്ട് ചില്ലി പാപ്രിക്ക ഇത്രയും ചേർത്ത് കൊടുത്ത് അതിന്റെ പച്ചമണം മാറുന്നത് വരെ ചെറിയ തീയിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായി തിളച്ച ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തേങ്ങാപ്പാൽ തിളച്ച് വന്നതിന് ശേഷം പുളിയില്ലാത്ത കട്ടിയുള്ള തൈര് അല്ലെങ്കിൽ യോഗട്ട്, കുറച്ച് സോയ സോസ് കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ശേഷം ആവശ്യത്തിന് ഉപ്പും എരിവ് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ശർക്കരയും ചേർത്ത് ചെറിയ തീയിൽ വെച്ച് നന്നായി തിളച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റാം. ചില്ലി ഓയിൽ ഉണ്ടാക്കാനായിട്ട് ചെറിയ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ, ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പത്ത് നിന്ന് മാറ്റുക. ഇനി ഒരു ബൗളിലേക്ക് തയ്യാറാക്കിയ ഗ്രേവി, അതിന്റെ മേളിലേക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച പ്രോൺസ്, കൂടെ തയ്യാറാക്കി വെച്ച ചില്ലി ഓയിൽ കൂടി ചേർത്ത് കൊടുക്കുക. ഇതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബ് ചാനലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസും മെഷർമെന്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം. ഇതുപോലുള്ള വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ അക്കൗണ്ട് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക.